പണിപ്പാളി നമ്മുടെ ഫസ്റ്റ് ടീം തോറ്റു. സെക്കൻഡ് ടീമിനെ കളി നടക്കാൻ പോണ്. വൈറ്റ് ആട്ടോ നമ്മൾ. ഇപ്പുറത്തെ എതിരാളികൾ ബ്ലൂ. ജയിക്കില്ല എന്നുള്ള ഭയങ്കര പ്രശ്നത്തിലാണ്. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ സൈഡിലിരിപ്പുണ്ട്. ഞാനിവിടെ ഈ അറ്റത്ത് നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊറിയൻ വ്ളോഗ്സ്. നമ്മളെ വണ്ടിയായിട്ട് വന്നേക്കുന്നത് കാനഡയുടെ ക്യാപിറ്റലായ ഓട്ട്വേലാണ്. ഓട്ട്വ എന്ന് തന്നെ പറയുന്നത് കേട്ടോ. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓട്ട്വേലാണ് ഗെയിം. നമ്മൾ ടൊറൻറ്റോയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിട്ട് വന്നേക്കണം കേട്ടോ. ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്ത് ഫസ്റ്റത്തെ ഗെയിം കഴിഞ്ഞ് അവരുടെ പെട്ടി സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പിള്ളേരും കൂടി വന്നിട്ട് വേണം അവരുടെ കളി കഴിയുമ്പോൾ അറിയാൻ എന്താണ്. ഗെയിമിനെ പറ്റി പറഞ്ഞില്ല. ഗെയിം എന്ന് പറയുന്നത് ഈ കാനഡയിലെ ഫുട്ബോളാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റേ ഇത്ര ഉണ്ട പിടിച്ചിട്ട് ഓടി ആൾക്കാരെ ഇടിച്ച് തെറിപ്പിക്കുന്ന സാധനം. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടല്ലേ, ആ സാധനമാണ്. നാട്ടിലത്തെ ഫുട്ബോളല്ല, ഇവിടുത്തെ ഫുട്ബോൾ. അപ്പം മുതിർന്ന പിള്ളേരുടെ ഒരു ഗ്രൂപ്പും ഉണ്ട്, ചെറിയ പിള്ളേരുടെ ഗ്രൂപ്പുണ്ട്. രണ്ടും നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ ട്രിപ്പിലുണ്ട്. അപ്പം മുതിർന്ന പിള്ളേരുടെ ഗെയിമാണ് ആദ്യം കഴിഞ്ഞത്. അത് അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ്. അതിൻ്റെ മുഖം കണ്ടാൽ അറിയാം, നല്ല ക്ഷീണിച്ച് കൈയൊക്കെ തൊങ്ങിയൊക്കെ വന്നായിരുന്നു. എന്താ ചെയ്യാം, ഇവിടെ നിന്ന് ഇറങ്ങണേക്കാട്ട് മുമ്പ് കോച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെ ചീറൊക്കെ ചെയ്യിപ്പിക്കണ്ടായി. അതായത് ഗേൾസ് ഓർമ്മയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അവർ എന്താ ചെയ്തതെന്ന്, ഇത് റിവെഞ്ചിൻ്റെ സമയമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അവർക്ക് പോയി. നമ്മളിപ്പം ടൊറൻറ്റോന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ ഇപ്പുറമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈകിട്ടൊരു 4-5 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ കളി കഴിയും. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നു. നല്ല കിടിലം മഴയായിരുന്നു, ഒരു രക്ഷയുണ്ടല്ല, സൂപ്പർ മഴയായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല സണ്ണി ഡേ ആയിരുന്നു. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു ഇവരുടെ സ്കൂളിലോട്ട്. വെളുപ്പങ്കാലത്ത് തന്നെ പിള്ളേരെ കയറ്റി 5 മണിക്ക് ഇവരുടെ സ്കൂളിൽ നിന്ന് ഞാൻ പുറപ്പെട്ടതാണ്. രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തി. വന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി നമുക്ക് കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് തിരിച്ചു പോകുമ്പോഴും നിർത്തും. ഒറ്റയടിക്കൊന്നും ഓടിക്കാനായിട്ട് അവർക്കും താല്പര്യം ഉണ്ടാവില്ല. കാര്യം അവർക്കൊന്നും ഇടയ്ക്ക് നിർത്തി കാപ്പി കുടിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. ഞാനിന്ന് അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അത് നല്ല രസമായിരുന്നു. ചോറ്, ബീഫ്, അവിയൽ, അച്ചാർ അതൊക്കെ ഉണ്ടായി. പിന്നെ വീട്ടിൽ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം പരിപ്പോട ഉണ്ടായി തന്നായിരുന്നു. പരിപ്പോട കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ്, പഴം, കുറേ സാധനങ്ങളായിട്ടാണ് ട്രിപ്പ് അടിക്കാൻ വന്നത്. വയറിനും കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാണ്ടിരിക്കാനായിട്ട് 2 റെഡ് ബുൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉറങ്ങി കുടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യുമ്പോൾ കളി കാണണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി. അടുത്ത ടീമെങ്കിൽ നമുക്ക് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാ ആൾക്കാരും ഇരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വണ്ടിക്കകത്ത് നല്ല പാട്ടൊക്കെ ആയിരിക്കും. കാലാവസ്ഥയൊക്കെ ഭയങ്കര പെട്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഈ മുകളിൽ നോക്കി നല്ല കാർമേഘമൊക്കെ വന്നു തുടങ്ങി. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതെ, കോച്ച് കാനഡ പുറത്തേക്ക് ഇറങ്ങി. പ്രിവോൻ്റെ ഉണ്ട്, പ്രിവോ നല്ല കളറ്. സംഭവം കൊള്ളാം കേട്ടോ. നമ്മുടെ വണ്ടി നടുക്ക് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് റൈഡർ എക്സ്പ്രസ് കിടപ്പുണ്ട്. അതും പ്രിവോൻ്റെ വണ്ടി തന്നെ കേട്ടോ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ഗെയിമിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങി. അയ്യോ, അതൊന്നും റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു. കുറേ നാടകീയമായിട്ട് സംഭവങ്ങളൊക്കെ നടന്നു. അവിടെ നിന്ന് വേഗം വണ്ടി എടുത്ത് പോരേണ്ടി വന്നു. ഇതിപ്പം നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ നിർത്തിയേക്കണത് കിങ്സ്റ്റൺ എന്ന സ്ഥലത്താണ്. ഇതൊരു ബസ് ഒക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഈ ഇച്ചിരി വലിപ്പമുള്ള ഇത് കണ്ടോ, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതൊക്കെ ബസ് നിർത്തുന്ന ഏരിയയാണ്. ഇവിടെയാണ് മിക്ക വലിയ ബസ് കമ്പനികളൊക്കെ ആളെ കയറ്റൽ ഇറക്കലൊക്കെ ചെയ്യണൊരു പരിപാടി. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗെയിം മഴ കാരണം നിർത്തി വയ്ക്കേണ്ടി വന്നു. മുടിഞ്ഞ മഴയായിരുന്നു. അതുകൊണ്ട് ഗെയിം നിർത്തി വെച്ചു. പിന്നെ 2 കൂട്ടുകാരും തമ്മിലുള്ള വാഗ്വാദങ്ങളായിരുന്നു പറയുന്നത്. കോച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതിന് തൊട്ട് പറയില്ല കോച്ചിരുന്നത്. പുള്ളി എന്നോട് പറഞ്ഞ് അവിടെ ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടുവയിലെ സ്കൂളുമായിട്ടാണ് ഇവർ ഗെയിം നടത്തിയത്. അപ്പം അവർക്ക് ഗെയിം തുടർന്നുകൊണ്ട് പോകണമെന്ന് താല്പര്യം. മഴ പെയ്ത് ചീത്തയായിട്ടുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവർക്ക് ഗെയിം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും തമ്മിലുള്ള പ്രോബ്ലംസിൽ അവസാനം ഗെയിം കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പിടിക്കാൻ പറ്റില്ല. ആൾക്കാരുടെ സാധനങ്ങളൊക്കെ തന്നെ കേട്ടെ കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എല്ലാ പിള്ളേരും വലിയ ബാഗൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കയറി വണ്ടി വേഗം അവിടെ നിന്ന് വിട്ടു. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ടൈം കഴിയാനായിട്ട് കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓഷവ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഡ്രൈവർ ഷിഫ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് ടൈം കഴിയാറായതുകൊണ്ട് ഞങ്ങളിപ്പോൾ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ അടുത്ത ഡ്രൈവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു കാപ്പിയൊക്കെ മേടിച്ചിരിക്കട്ടെ. അപ്പം അടുത്ത ഡ്രൈവർ വരുമ്പോഴേക്കും അങ്ങേർക്കൊരു കോഫി മേടിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ആൾ വരും. അപ്പോൾ ആൾ വരുന്ന വണ്ടിയായിട്ട് ഞാൻ തിരിച്ചു പോകും. ഇവിടെ നിന്ന് തിരിച്ച് 3 മണിക്കൂറുണ്ട് നമ്മൾ ഈ യാർഡിലോട്ട്. അവിടെ നിന്ന് പിന്നെ 1 മണിക്കൂറുണ്ട് വീട്ടിലോട്ട്. ഇന്നത്തെ ഡേ നല്ല വലിയ ഡേ ആട്ടോ. തകർന്നു പോയി. ഭയങ്കര വലിയ ദിവസമായിരുന്നു. ഡ്രസ്സും പോവാട്ടോ. റൈഡർ എക്സ്പ്രസ്സും പോവാണ്. നാവ് കുഴഞ്ഞു പോകണം.
അവരും പോയി. അവസാനം നമ്മൾ മാത്രമായിട്ട് ബാക്കി. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ലൈൻ ഓടുന്ന വണ്ടിയാണ്. നമ്മളെപ്പോലെ ഇന്ന് നമ്മളൊന്ന് ചാർട്ടറാണ് ഓടുന്നത്. ഈ വണ്ടി നോക്കി, ലിങ്കൺ നോട്ടിലെസോ. ഓഫ്, എന്താ വണ്ടി, നാട്ടിൽ കാണാത്ത വണ്ടി കേട്ടോ. കിടിലൻ വണ്ടി. പ്രത്യേകിച്ച് വിശന്നൊന്നും ഇല്ലെങ്കിലും ഞാനൊരു ബിഗ് മാക്ക് മേടിച്ചു. വരുന്ന ഡ്രൈവറിനും ഒരു ബിഗ് മാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ ഒരു കോഫിയും കൂടി വേണമെന്ന് പറഞ്ഞു. അതും കൂടി മേടിച്ച് വെച്ചേക്കാം. അത് ഞാൻ അപ്പോൾ വരുമ്പോൾ തന്നെ ആളൊന്ന് വിട്ടു പൊക്കോളും. നമുക്കുള്ള വണ്ടിയായിട്ട് ആൾ വന്നോട്ടാ. നമ്മുടെ ഡ്രൈവർ അതിന് കയറി. അതിന് പുറകെ വെച്ച് പഠിക്കണം എനിക്ക്. അവനെ സബർബൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ചെറിയ സെഡാൻ ഓടിച്ചിട്ട് ഇതിലോട്ട് ഓടിക്കുമ്പോഴല്ലോ ഭയങ്കര സുഖമാണ്. നല്ല വിലയുള്ള വണ്ടി ആയതുകൊണ്ട് കുറേ മേടിക്കാനായിട്ട് എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കമ്പനിക്കകത്ത് ഈ വണ്ടി ഉള്ളതുകൊണ്ട് അടിച്ച് മിണിച്ച് ഓടിക്കാമല്ലോ. ഇത് റിച്ച് വണ്ടിയല്ലേ, എന്ത് സുഖമല്ലേ ഇത് ഓടിക്കാനായിട്ട്. പറന്നടിച്ചു പോകും. എത്ര സ്പീഡ് കയറിയാലും നമുക്ക് തോന്നേയില്ല. മാറി തരും. ആ, നമ്മുടെ ബസ്സിന്റെ ഡോറൊക്കെ അടച്ചോട്ടാ. പൊളി പോട്ടെ, പുറകാനും പിടിച്ചു പിടിക്കണം നമുക്ക്. നമ്മളെ പുറകാനും പിടിച്ചിട്ടുണ്ടോ വണ്ടിയുടെ. നല്ല വെതറല്ലേ നോക്കി, എന്താ ക്ലൗഡ് നോക്കി. സമയം ഇപ്പം ഏകദേശം 8:43 ഇവിടെ നിന്ന് ഇനിയൊരു 3 മണിക്കൂറുണ്ട് നമ്മൾ തിരിച്ച് ആടോട്ടത്തെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരണേട്ടാ. പുതിയ വ്ളോഗുമായിട്ട് കുറേ വ്ളോഗ്സ് വീണ്ടും വരാം. എനിക്കറിയാം ഇന്നത്തെ വ്ളോഗ് വളരെ ചെറുതായിരുന്നു, പക്ഷെ ഞാൻ വ്ളോഗ് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, അതങ്ങ് പറ്റിപ്പോയി. ഉണ്ടായ ഒരു വ്ളോഗ് തന്നെ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.